ഹലോ, സേ ചിയേഴ്സ്. ഇന്നൊരു ടിഫിൻ റെസിപ്പിയാണ് സേമിയ ഉപ്മാവ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് സേമിയ ഇടുക. ഇത് റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ പോലും ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. തീ ഒന്ന് ചുരുക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് റോസ്റ്റായി കിട്ടിക്കോളും. സേമിയ കരിയാതിരിക്കണം, അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരു 1 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 1 കപ്പ് സേമിയയ്ക്ക് 2.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് സേമിയ വറക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചോളൂ. ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിം ഇട്ട് വേണം തിളപ്പിക്കാൻ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സേമിയ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ വിരലുകൊണ്ട് അമർത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. വേവ് പോരെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കുക. എന്നിട്ട് സേമിയയിലെ വെള്ളം മുഴുവൻ വാരാനായിട്ട് വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുകും 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുക. സേമിയ ആവശ്യത്തിൽ കൂടുതൽ വെന്താൽ നമ്മുടെ ഉപ്മാവ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം വെന്തോ ഇല്ലയെന്ന്. കടുക് പൊട്ടി ഉഴുന്നിൻ്റെ കളർ ചെറുതായി മാറി വരുമ്പോൾ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കണം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ അതിലേക്ക് വെല്ലുള്ളി ചെറുതായി മുറിച്ചത് 1 കപ്പ് ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളി വതങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇല്ലേ ഉള്ളി വേഗം വതങ്ങി കിട്ടും. ഉള്ളി ഒരു പകുതി വതങ്ങിയ ശേഷം നമ്മൾ അതിലേക്ക് പച്ചപ്പട്ടാണിയും ചെറുതായി മുറിച്ച് വെച്ച ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. അളവൊക്കെ നമ്മുടെ സൗകര്യം പോലെ എടുക്കുക പച്ചക്കറിയുടെ. ഇതിൻ്റെ കൂടെ ബീൻസോ ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ പക്ഷേ ഈ 2 പച്ചക്കറി എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ ഞാനിവിടെ ഫ്രോസൺ പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് കൊടുക്കാം. ഇനി ഫ്ലെയിം ഇത്തിരി ചുരുക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്ക് പച്ചക്കറി വെന്തോന്നൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. പച്ചക്കറി ഒന്ന് വെന്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് ഒരു 10-15 സെക്കൻഡ് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയമിൻ്റെയും ലോയിൻ്റെയും ഇടയ്ക്കുള്ളത് വെച്ചാൽ മതി. ഇനി നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അവസാനം നമ്മൾ 1/2 കപ്പ് തേങ്ങയും കൂടെ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചൊരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.